ഇഷ്ടംപോലെ പക്ഷികളും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് കേട്ടോ. നമ്മളൊരു ഫോറസ്റ്റ് കോട്ടേജിൽ ചെന്ന ഒരു ആംബിയൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 2-3 പാക്കേജുകളുണ്ട് ഇവിടെ. അവിടെ ഹോം സ്റ്റേയിൽ. അപ്പം ഇത് പ്രോപ്പർ കുമരകമാണ് കേട്ടോ. സാധാരണ ഹൗസ് ബോട്ടൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ആ സ്ഥലം തന്നെയാണ്. തലയിൽ കുടയൊക്കെ വെച്ചിട്ട് ആൾക്കാർ പാടത്ത് പണിയെടുക്കുന്നത് കേട്ടോ. ഇഷ്ടമായെങ്കിൽ അല്ലെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം നമുക്കിന്ന് പറഞ്ഞേക്കുന്നത് ഫിഷ് കറി മീൽസ് ആണ് കേട്ടോ. ഹൗസ് ബോട്ട് അവിടെ പാർക്ക് ചെയ്തിരുന്ന കനാലിൽ നിന്ന് ഇങ്ങോട്ട് വളരെ ബഡ്ജറ്റ് സ്റ്റേ ആണ് കേട്ടോ. റൂമിന് ഒരു ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോഗ് ഗ്രീൻ. ഇന്ന് നമ്മൾ നമ്മുടെ കാടും മലയൊക്കെ ഒന്ന് വിട്ടിട്ട് നമ്മൾ ബാക്ക് വാട്ടറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫാമിലി ട്രിപ്പാണ്. അതുപോലെ കുമരകത്താണ്. കുമരകത്തിനടുത്ത് അയ്മനത്ത് പുൽക്കുട്ടിശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഒരു ഹോം സ്റ്റേ ആണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഹോം സ്റ്റേയിൽ താമസിച്ചുകൊണ്ട് നാളെ ഡേ ക്രൂസിൽ ഒരു ഹൗസ് ബോട്ടിലൊക്കെ പോകുന്ന ഒരു അങ്ങനെ ഒരു പാക്കേജാണ് കേട്ടോ നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. ഇതൊരു വളരെ ബഡ്ജറ്റ് സ്റ്റേ ആണ് കേട്ടോ. റൂമിന് ഒരു 2000 താഴെയൊക്കെ വരുന്നുള്ളൂ വിത്ത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരും. അതിന് എക്സ്ട്രാ റേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാൽ പിന്നെ ലോ ബഡ്ജറ്റിൽ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ട് ഡേ ക്രൂസ് എടുക്കാം. അതുപോലെ ഇവിടെ വന്നിട്ട് നമുക്ക് പിന്നെ ഹോം സ്റ്റേയിൽ താമസിക്കുകയും ചെയ്യാം കേട്ടോ. ഉണ്ടോ പഴമയുടെ ഒരു തനിമയിൽ ഫുള്ള് വുഡ് വർക്കൊക്കെ ചെയ്തേക്കുന്ന ഒരു ഇതാണ്. ഉണ്ടോ നമുക്ക് റൂമിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഈ സ്റ്റേയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുണ്ടോ, തൊട്ട് ഫ്രണ്ടിൽ കൂടെ നമ്മുടെ മേനിച്ചിലാറിൻ്റെ ഒരു കൈവഴി ഒഴുകുന്നുണ്ട് കേട്ടോ. മേനിച്ചിലാറിൻ്റെ കൈവഴി എന്ന് പറഞ്ഞാൽ മേനിച്ചിലാറിൽ നിന്ന് വരുന്നതാണ്. ഈ ഭാഗത്ത് ഇത് കാണുന്ന പോലല്ല, ഇവിടെ 35 അടിയോളം താഴ്ചയുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. കുമരകത്ത് തൊട്ടടുത്ത് തന്നെ അയ്മനം എന്ന് പറഞ്ഞ സ്ഥലത്ത് പുൽക്കാട്ടുശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെയാണ് ഈ ഹോം സ്റ്റേ ഉള്ളത്. അപ്പോൾ ഇത് ഹോം സ്റ്റേ പ്ലസ് ഇതും കൂടെ ചെയ്യുന്നതാണ് കേട്ടോ. ഹൗസ് ബോട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ പാക്കേജ്, പലതരത്തിലുള്ള പാക്കേജ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ബേസിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. TV പഴയതാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഉണ്ടോ ഇത് നമ്മുടെ ബാത്റൂം. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ ഇത് മൊത്തം വുഡിലാണ് തീർത്തേക്കുന്നതെന്ന്. അപ്പോൾ ഒരുപാട് പഴക്കമുള്ളൊരു പഴയ ബിൽഡിങ് അതേപടി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ് കേട്ടോ. എനിക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വുഡൻ പാനലും കാര്യങ്ങളുമൊക്കെ. ഉണ്ടോ ഇഷ്ടംപോലെ പക്ഷികളും അണ്ണാനും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളല്ലേ. എന്നാടാ അപ്പം നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 11 മണിക്കാണ് ചെക്ക് ഇൻ. അതുപോലെ പിറ്റേ ദിവസം 12 മണിക്ക് ചെക്ക് ഔട്ട്. അപ്പോൾ നമ്മളിവിടെ വരുമ്പം ലഞ്ച് നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11 മണിക്ക് നേരത്തെ ചെക്ക് ഇൻ ചെയ്യുന്നവർക്ക് ലഞ്ച് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഇപ്പം നമുക്കിന്ന് പറഞ്ഞേക്കുന്നത് ഫിഷ് കറി മീൽസ് ആണ് കേട്ടോ. നമ്മുടെ ഹോം സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെയാണ് മീനച്ചിലാറിൻ്റെ ഈ കൈവഴി ഒഴുകുന്നത്. ഞാൻ വന്നപ്പോൾ കാണിച്ചു തന്നില്ലായിരുന്നോ. അതുകൊണ്ട് ഇതൊരു ഒത്തിരി പഴക്കമുള്ളൊരു പഴയ വീട്, ഹെറിറ്റേജ് എന്നാ പറയണ്ടേ, ഹൗസ് എന്നൊക്കെ പറയാം. അത് ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കാണ്. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഇത് നമ്മുടെ ഇതിൻ്റെ ഓണറാണേ, സുബിൻ അല്ലേ പേര്. അതിൻ്റെ ഓണർ കേട്ടോ. അപ്പോൾ ഈ താഴത്തെ ഇവിടെയുണ്ട് 2 റൂം, മുകളിൽ 4 റൂം, അങ്ങനെ മൊത്തം 6 റൂമാണുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഇങ്ങനെ എടുത്തിട്ടേക്കാണ്. അപ്പം പണി കംപ്ലീറ്റ് ആയി വരുന്നേ ഉള്ളൂ. മുകളിലത്തെ റൂമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ള കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പിന്നെ ഹെറിറ്റേജ് ഒരുപാട് പഴക്കമുള്ളൊരു വീടാണിത്. അപ്പോൾ വുഡിൽ തീർത്തേക്കണേ. നമ്മുടെ ഹോം സ്റ്റേയുടെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോഴത്തേക്കുള്ളൊരു പാടമാണ് അയ്മനത്തിനടുത്തായിട്ടുള്ള. എനിക്ക് മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട് പാടത്ത്. കിലോമീറ്ററോളം പച്ചപ്പ്. നോക്കി എന്നാ രസം നോക്കി. കണ്ടോ തലയിൽ കുടയൊക്കെ വെച്ചിട്ട് ആൾക്കാർ പാടത്ത് പണിയെടുക്കുന്നുണ്ടോ. തലയിൽ ഫിറ്റ് ചെയ്യാവുന്ന കുട വെച്ചിട്ട്. ഇവിടെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞു. ഉണ്ട് നേരം സന്ധ്യയായിട്ടുണ്ടേ. നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് 1650 രൂപയോ മറ്റാണ് ഇവർ ഇവിടുത്തെ സ്റ്റേയ്ക്ക് ചാർജ് ചെയ്യുന്നത്. 1650 രൂപയിൽ നമ്മുടെ
പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് 2 പേർക്ക്, ഒരു റൂമിനാണ് കേട്ടോ, പെർ ഹെഡും അല്ല, ഒരു റൂമിനാണ്. അപ്പം അങ്ങനെ ഇൻക്ലൂഡഡ് ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ലക്ഷറി ഒന്നും പ്രതീക്ഷിച്ച് വരരുത്. ലക്ഷറി അല്ല, ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ ഒരു അങ്ങനെ പറയണ്ടേ, ഒരു കാം ആൻഡ് ക്വയറ്റ് സ്റ്റേ, അതാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. സമയം സന്ധ്യയായപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ തോട്ടിൽ മഴ പെയ്യുന്നുണ്ടോ നോക്കിയാൽ, നല്ല ഹെവി മഴ. അപ്പോൾ നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട്. ഡിന്നർ നമ്മൾ നേരത്തെ പറയുന്ന ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. നമുക്കിപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അപ്പം പൊതുവേ വൈകിട്ടത്തെ ഫുഡ് ചപ്പാത്തിയാണ്. അതിൻ്റെ കൂടെ കറി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തരും കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇവിടെ ഇഷ്ടംപോലെ പക്ഷികളുമൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആട്ടോ. നമ്മളൊരു ഫോറസ്റ്റ് കോട്ടേജിൽ ചെന്ന ഒരു ആംബിയൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു നാട്ടുപ്രദേശമാണ്, ഇഷ്ടംപോലെ മരങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നമ്മൾ കണ്ട കലങ്ങി കിടന്നിരുന്ന പുഴ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഒഴുക്കാണ് ഇവിടെ. ഞാൻ പറഞ്ഞ പോലെ നല്ല ആഴമുണ്ട്. ഇവിടെ ഒന്ന് ചാടണമെന്നുണ്ടായിരുന്നു, അതായത് നല്ല ആഴവും ഒഴുക്കുമൊക്കെ ഉള്ളതുകൊണ്ട് അത് റിസ്ക് വേണ്ടാന്ന് വെച്ചു. ഇനി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി ഹൗസ് ബോട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതിൽ നമ്മളൊരു കോംബോ പാക്കേജാണ്. പിന്നെ ഇവിടെ ഹോം സ്റ്റേയിലെ സ്റ്റേ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൗസ് ബോട്ടിൽ ഡേ ക്രൂസ്. അപ്പം നമ്മൾ രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഡേ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ചെക്കൗട്ട് ചെയ്ത് പിന്നെ ഹൗസ് ബോട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു അടിപൊളി പിന്നെ ബഡ്ജറ്റ് ഹോം സ്റ്റേ ആണ്. അതായത് ലക്ഷറി പ്രതീക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വരരുത്. നമുക്ക് ഒരു 1650 രൂപയ്ക്ക് ഒരു ദിവസത്തെ സ്റ്റേയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും, പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഫുഡിന് എക്സ്ട്രാ ചാർജാണ്, പക്ഷേ അടിപൊളി ഫുഡാണ്, നല്ല നാടൻ ഫുഡ്. അതൊക്കെ കഴിച്ച് അപ്പം അതിൻ്റെ കൂടെ ഹൗസ് ബോട്ടും കൂടെ എൻജോയ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞങ്ങളെടുത്ത പാക്കേജ്. കാരണം ഹൗസ് ബോട്ട് നമ്മൾ പിന്നെ ഫുൾ ഡേ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും. അതിന് പകരം നമ്മൾ ഹോം സ്റ്റേയിൽ വന്ന് സ്റ്റേ ചെയ്ത് രാവിലെ ഡേ ക്രൂസിന് പോവാണ് കേട്ടോ. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ലക്ഷറി പ്രതീക്ഷിച്ച് വരരുത്. അതേസമയം ബഡ്ജറ്റ് ഈ ഒരു റേറ്റിന് എനിക്ക് തോന്നുന്നത് ഇവിടെ എവിടെയും ഇതുപോലൊരു ഹോം സ്റ്റേ കിട്ടത്തില്ല. ഒരു ഹെറിറ്റേജ് പഴയ വീട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഹോം സ്റ്റേ ആക്കിയേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഹൗസ് ബോട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഐമനത്ത് നിന്ന് കുമരകത്തെത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഡേ ക്രൂസിന് പോവാണെന്ന്. അപ്പോൾ ഹൗസ് ബോട്ട് കുമരകത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ താമസിച്ച ഹോം സ്റ്റേൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 10-20 കിലോമീറ്ററോളം, ഒരു അരമണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പം ഇത് പ്രോപ്പർ കുമരകമാണ് കേട്ടോ. സാധാരണ ഹൗസ് ബോട്ടൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ആ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ബോട്ട് കേട്ടോ. അപ്പോൾ വണ്ടി കൊണ്ടുപോയി ഇവിടെ ഇഷ്ടംപോലെ പേ ആൻഡ് പാർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വണ്ടി കൊണ്ടുപോയി ഇവിടെ നമ്മുടെ ഈ ബോട്ടിനോട് ചേർന്ന് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട്. അവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഹൗസ് ബോട്ടിൽ കയറാണ് കേട്ടോ. ഹൗസ് ബോട്ടിൽ കയറി കേട്ടോ. ഇതൊരു സിംഗിൾ റൂം ഹൗസ് ബോട്ടാണ്. അപ്പം ഇതിനകത്ത് സ്റ്റേ ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ടോ, ഇതാണ് ബോട്ടിൻ്റെ സെറ്റപ്പ്. ഇവിടെ നമുക്കൊരു റിസപ്ഷൻ അല്ലെങ്കിൽ ഒരു ഡൈനിങ് അല്ലെങ്കിൽ എന്നാ പറയണ്ടേ, ഒരു ലിവിങ് റൂം പോലത്തെ ഒരു ഏരിയ. അതാ ടിവിയും ഡൈനിങ് ടേബിളും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിൽ കയറി കേട്ടോ. ഇപ്പം ബോട്ട് എടുക്കാൻ പോവാണ്. ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ പിന്നെ ഇപ്പം തന്നെ ഇതിലേ പോയിട്ട് ഒരു 2-3 മണിക്കൂറോളം ഇതിനകത്തൂടെ കുമരകം ബാക്ക് വാട്ടർ ക്രൂസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ടിലെ ബെഡ്റൂം കേട്ടോ. എനിക്ക് ബോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ശരിക്കും ഒരു വലിയ റിസോർട്ട് റൂമിലൊക്കെ ചെല്ലുന്നത്. നമ്മളിതിന് മുന്നേ ഹൗസ് ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കറിയാം ഇതിനകത്ത് റൂംസൊക്കെ ഇങ്ങനെ തന്നെയാണ്. പല റൂമുകൾ 8-10 റൂമുകളുള്ള വലിയ ബോട്ടുകളുണ്ട് കേട്ടോ. നമ്മുടെ ഇത് സാധാരണ ഒരു സിംഗിൾ റൂം ബോട്ടാണ്. ഉണ്ടോ വള്ളംകളിയുടെ ഇതിന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ വള്ളംകളിയുടെ മത്സരമുണ്ട്. അപ്പം വള്ളം വന്നിട്ടില്ല. വള്ളം വരുന്നതിന് മുന്നേ അവർ തുഴച്ചിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നമ്മൾ മെല്ലെ നമ്മുടെ ഹൗസ് ബോട്ട് അവിടെ പാർക്ക് ചെയ്തിരുന്ന കനാലിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കായലിലേക്ക് കയറി അല്ലേ. ഇത് കായലല്ലേ ശരിക്കും? അതെ അതെ. എനിക്ക് എത്ര ഹൗസ് ബോട്ടുകളാണ് എനിക്ക്.
നമ്മുടെ ഹോം സ്റ്റേയിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ അവിടെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന്. അത് നമ്മളിപ്പം ഡേ ക്രൂസ് എടുത്തതുകൊണ്ട് നമുക്കത് ഹൗസ് ബോട്ടിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. അതെ, അപ്പവും മുട്ടക്കറിയാണേ. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ടിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2-3 പാക്കേജുകളുണ്ട് ഇവിടെ. അവിടെ ഹോം സ്റ്റേയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ഇവിടെ ഇതിൽ ഡേ ക്രൂസ് ചെയ്യുന്ന ഒരു പാക്കേജ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അതാണ്. അതല്ല, ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് 7,500 8,000 ആ റേഞ്ചിലാകും തോന്നുന്നു. 2 പേർക്ക് വിത്ത് ഫുഡ്, അതായത് എല്ലാ സമയത്തെ ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പിന്നെ ടീ, സ്നാക്സ്, പിന്നെ അതുപോലെ ക്രൂയിസ്, രാവിലെ ഉണ്ട് ക്രൂയിസ്, അതുപോലെ പകലും ഉണ്ട് ക്രൂയിസ്. അങ്ങനെ ഒരു പാക്കേജ്, അതിനാണ് ഞാൻ ഈ പറഞ്ഞത്. അത് പിന്നെ അഡീഷണൽ വരുന്ന ആൾക്കാർക്ക് ഒരു 1,200 300 ആ റേഞ്ചിൽ എക്സ്ട്രയും കൊടുക്കണം, കാരണം ഫുഡിൻ്റെ പൈസ. അപ്പോൾ അങ്ങനെയുള്ള പാക്കേജ്. അതല്ലെങ്കിൽ നമ്മൾ താമസിച്ച പോലെ 1,650 രൂപയ്ക്ക് അവിടെ ബഡ്ജറ്റ് സ്റ്റേ ചെയ്യാം ഹോം സ്റ്റേയിൽ. അത് കഴിഞ്ഞിട്ട് പെർ അവർ 1,200 മുതൽ 1,600 വരെ. അതാണ് ഇവിടുത്തെ ഈ ബോട്ടിങ്ങിൻ്റെ ചാർജ് കേട്ടോ, ഡേ ക്രൂസിൻ്റെ ചാർജ് വരുന്നത്. അപ്പം നമ്മുടെ ബോട്ടിൻ്റെ ഡേ ക്രൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ചുറ്റും വേമ്പനാട്ട് കായൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്, കണ്ടല്ലേ. ബോട്ട് ഓടിക്കുവാ? പഠിച്ചോ ബോട്ട് ഓടിക്കാൻ? ആണോ? കുഞ്ഞാണോ ഓടിക്കുന്നത് അതോ ചേട്ടായാണോ? ചേട്ടായാണോ ഓടിക്കുന്നത്? കുഞ്ഞി സഹായിക്കുവാ? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഹൗസ് ബോട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഫാമിലിക്കൊക്കെയാണ് കേട്ടോ ഐഡിയയിൽ. ഭയങ്കര നല്ല പ്രൈവസിയിൽ ഫാമിലി, അപ്പം അതുപോലെ സിംഗിൾ ഫാമിലിയോ അല്ലെങ്കിൽ നമ്മുടെ ഹണിമൂൺ കപ്പിൾസോ അങ്ങനെയുള്ളവർക്കൊക്കെ ഐഡിയലായിട്ടുള്ളൊരു ഹൗസ് ബോട്ടാണിത്. പിന്നെ ഇവിടെ കുമരകം ഭാഗത്തൊക്കെ ഹൗസ് ബോട്ടിൽ അങ്ങനെ സേഫ്റ്റി പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ വേറെ യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. സേഫായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാം. കുഞ്ഞി ബോട്ട് കൊള്ളാമോ കുഞ്ഞ്? ഉണ്ട്, ഇത് പുതിയ ബോട്ട് പണിതിറക്കിക്കൊണ്ട് വരുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ ഡേ ക്രൂസ് ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ കായലിലേക്ക് കയറിയ സ്ഥലമില്ലേ, അവിടെ എത്തി കേട്ടോ. ആ ചാലിലേക്ക് തിരിച്ച് കയറാൻ പോവാണ് ബോട്ട്. ഉണ്ട്, ഇവിടുന്നാണ് ബോട്ട് നമ്മുടെ കായലിലേക്ക് ഇറങ്ങിയത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ തിരിച്ച് ഈ ചാലിലേക്ക് വീണ്ടും തിരിച്ച് കയറി. നമ്മുടെ ഡേ ക്രൂസ് ആയതുകൊണ്ട് നമ്മൾ അവിടുത്തെ സ്റ്റേയുടെ കൂടെ രാവിലെ പോയി നമ്മൾ രാവിലെ അവിടെ നിന്ന് സ്റ്റേ ചെയ്തിറങ്ങി ഡേ ക്രൂസ് ചെയ്ത് തിരിച്ച് വരുന്ന സമയമായപ്പോഴത്തേക്കുമാണ് ശരിക്കുള്ള ആക്ച്വൽ ഹൗസ് ബോട്ടുകളൊക്കെ ഇറങ്ങി തുടങ്ങിയത് കേട്ടോ. നോക്കി 1 by 1 ആയിട്ട് എല്ലാം ചാടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ, നമ്മുടെ ഓണറുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരുപാട് ഫാമിലി ട്രിപ്പ് വീഡിയോസും അതുപോലെ വൈൽഡ് ലൈഫ് ട്രെക്കിങ്ങുകളും അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേകളും അങ്ങനെ ഒരുപാട് വീഡിയോസ് ചാനലിൽ ഓൾറെഡി ഉണ്ട്. അപ്പം അതുപോലത്തെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതായത് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ യൂട്യൂബിലാണ് ഫേസ്ബുക്കിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ.